ഡൽഹി ചെങ്കോട്ട കാർ ബോംബ് സ്ഫോടനത്തിന് ശേഷം തിരിച്ചടിക്കാൻ ഇന്ത്യ തയ്യാറാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ രാജ്യം പറയുന്നത്. ഇപ്പോൾ സകല മാധ്യമങ്ങളും ഇത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ടൈംസ് നൗവിൻ്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് തിരിച്ചടിക്കാൻ ഇന്ത്യ തയ്യാറാണ്. ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണ ഏജൻസി, ദേശീയ അന്വേഷണ ഏജൻസി, ഇന്റലിജൻസ് ബ്യൂറോ IB, ദേശീയ സുരക്ഷാ ഗാർഡ് NST, സ്പെഷ്യൽ സെല്ല്, ലോക്കൽ പോലീസ് എന്നിവയിലെ 500-ലധികം ഉന്നത പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരും അവരടങ്ങുന്ന മറ്റ് സംഘവും ശക്തമായിട്ടുള്ള ഒരു സംഘത്തെ കേന്ദ്രം സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വൃത്തങ്ങൾ പറയുന്നത്. കോൺസ്റ്റബിൾ തലം മുതൽ ഇൻസ്പെക്ടർ വരെയുള്ള ഉദ്യോഗസ്ഥർ, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ, അസിസ്റ്റന്റ് അഡീഷണൽ പോലീസ് കമ്മീഷണർ, ജോയിന്റ് പോലീസ് കമ്മീഷണർ, സ്പെഷ്യൽ പോലീസ് കമ്മീഷണർ എന്നിവരടങ്ങുന്ന സംഘമാണിത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇപ്പോഴിതാ ഈ ഉദ്യോഗസ്ഥരെല്ലാം പ്രത്യേക ടീമുകളായി തിരിച്ച് ഓരോരുത്തർക്കും അന്വേഷണത്തിനായി പ്രത്യേക ചുമതലകൾ എത്രയും വേഗം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. സ്രോതസ്സുകൾ പ്രകാരം 1000-ലധികം CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ച് വരികയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇപ്പോഴിതാ ഈ ഒരു ടീം, അതായത് 500 പേരടങ്ങുന്ന ഒരു സ്ട്രൈക്ക് ടീം രൂപീകരിച്ചുകൊണ്ട് ഡൽഹി സ്ഫോടനത്തിൻ്റെ ചുരുളുകൾ അഴിക്കാൻ കേന്ദ്ര സർക്കാർ വളരെ വേഗത്തിൽ മുന്നേറുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ ഡൽഹിയിൽ കനത്ത സുരക്ഷ, രാജ്യത്തെ ആരാധനാലയങ്ങൾക്ക് കനത്ത സുരക്ഷ, പുരാതനമായിട്ടുള്ള ആരാധനാലയങ്ങൾ പ്രത്യേക സുരക്ഷ വേണമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം ബംഗ്ലാദേശിൽ നിന്നും ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തിലേക്ക് കടന്ന് പുരാതന ക്ഷേത്രങ്ങൾ സ്ഫോടനം നടത്തി തകർക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.